21ാം നൂറ്റാണ്ടിന്റെ ഒരു ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരു ബില്ലാണ് ഇപ്പൊ വന്നിരിക്കുന്നത് അല്ലെ, വനിതാ സംവരണ ഭേദഗതി ബില്ല്. അപ്പൊ അതില് 33% വനിതകളുടെ സംവരണം ഇപ്പോൾ 50% ഉയർത്തിയിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ഭേദഗതി ബില്ലിനെ എങ്ങനെ നമുക്ക് നോക്കിക്കാണാൻ കഴിയും? അത് 2023 തന്നെ ഇതിനുള്ള കാര്യങ്ങൾ തുടങ്ങിയിരുന്നു. ഏകദേശം 33% നമുക്ക് ഇപ്പോൾ ലോകസഭയിലൊക്കെ മൊത്തത്തിൽ മത്സരിക്കുന്ന സ്ഥലങ്ങൾ സ്ത്രീകൾക്കുള്ള ഒരു പ്രാതിനിധ്യം എന്ന് പറയുന്നത്. അപ്പം ഈ 33% നിന്ന് 50% മാറ്റുക എന്നതാണ് ഈ വനിതാ സംവരണ ബില്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിന് 2023 മുതൽ എല്ലാ പാർട്ടികളുടെയും തന്നെ ഒരു പിന്തുണ കിട്ടി പോന്നിട്ടുള്ള ഒരു കാര്യമാണ് വനിതാ സംവരണ ബില്ല് പാസ്സാക്കുക, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകുക എന്നുള്ളത്. ഇതിനകത്ത് നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നത് നമുക്ക് കൂടുതൽ വനിതാ പ്രധാനമന്ത്രിമാർ വേണം, മുഖ്യമന്ത്രിമാർ വേണം, നമുക്ക് വനിതകൾ എല്ലാ മേഖലയിലും, ഭരണത്തിന്റെ എല്ലാ മേഖലയിലും ഇത് വേണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു ബില്ല് കൊണ്ടുവരിക, അങ്ങനെ സ്ത്രീകൾക്ക് 50% സംവരണം കൊടുത്ത് അവരെ മുന്നിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നതാണ്. ഇപ്പം നമ്മൾ നോക്കിക്കാണാനാണെങ്കിൽ തന്നെ ഈ ഒരു ഭരണത്തില് നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നത് പോലെ നമ്മുടെ രാഷ്ട്രപതി ഒരു വനിതയാണ്. അതേപോലെ തന്നെ നമ്മുടെ ധനകാര്യ വകുപ്പ്, അങ്ങനെ അത്യാവശ്യം ഏറ്റവും മികച്ച വിഭാഗങ്ങൾ തന്നെയാണ് വനിതകൾക്ക് അവർ അനുവദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ വനിതകൾക്ക് നൽകിയിരിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് മുന്നോട്ട് പോകാനാണെങ്കിൽ തീർച്ചയായും ഈ ഒരു സംവരണം സ്ത്രീകൾക്ക് കൂടുതൽ സ്ഥാനമാനങ്ങളും അതുപോലെ തന്നെ സ്ത്രീകളുടെ കാഴ്ചപ്പാടുകൾക്കും അവരുടെ ചിന്തകൾക്കും കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ടെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ നമുക്ക് പറയുകയാണെങ്കിൽ 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയൊരു മാറ്റം എന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി അടക്കം ഇതിനെ പറഞ്ഞിട്ടുള്ളത്. ചരിത്ര നിമിഷമാണെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ഇത്തരത്തിൽ സ്ത്രീകൾക്കൊരു പ്രാതിനിധ്യം വരുന്നത് നമ്മുടെ പോലെ ഒരു പാട്രിയാർക്കി ഇങ്ങനെ മതിച്ചു വാഴുന്നൊരു നാട്ടിൽ വളരെ നല്ലൊരു കാര്യവുമാണ്. കാരണം നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇവിടെ തന്നെ 140 കോൺസ്റ്റിറ്റ്യുവൻസ് അസംബ്ലികളിൽ ആകെ 15 താഴെ പേരാണ് ഇത്തവണ മത്സരിക്കാൻ സ്ത്രീകളായിട്ട് 2 പാർട്ടികളിൽ നിന്ന് മൊത്തത്തിൽ കൂട്ടിയാൽ നമുക്ക് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ കേരളത്തിനൊരു എപ്പോഴും കഴിഞ്ഞ ദിവസം തന്നെ രാഹുൽ ഗാന്ധി നമ്മുടെ കേരളത്തിൽ വന്നപ്പോൾ പറഞ്ഞു നമുക്കൊരു മുഖ്യമന്ത്രിയില്ല, വനിതാ മുഖ്യമന്ത്രി വേണമെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ പറ്റുന്ന സ്ത്രീകളോ പ്രാതിനിധ്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് മൊത്തത്തിൽ ഉണ്ടാവുന്നില്ല. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യമുള്ള നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ സംവരണ ബില്ല് വരികയാണെങ്കിൽ തീർച്ചയായും സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കിട്ടുമെന്നതിൽ ഒരു സംശയമില്ല. പക്ഷേ ഇതിലുണ്ടാകുന്നൊരു പ്രശ്നം 2023 എല്ലാവരും തന്നെ കൂടി അത് അംഗീകരിക്കാൻ തയ്യാറായ അല്ലെങ്കിൽ അംഗീകരിക്കുന്ന ഒരു സാധനത്തിൽ ഒരു പ്രശ്നം വരുന്നതെന്ന് പറയുന്നത് ബേസിക്കലി ഇതൊരു ഫെഡറൽ തത്വങ്ങൾക്ക് എതിരാണ് എന്നാണ് മൊത്തത്തിൽ ഒരു വാദം ഉണ്ടാവുന്നത്. കാരണം ഈ കോൺസ്റ്റിറ്റ്യുവൻസ് അസംബ്ലികളുടെയും മറ്റും എണ്ണം വളരെയധികം കൂടുന്നു. അങ്ങനെ കൂടുമ്പോൾ അങ്ങനെ കൂടുന്നത് നമ്മുടെ ഭരണഘടനയ്ക്ക് എതിരായിട്ടോ അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങളെ മൊത്തത്തിൽ ബാധിക്കും. വലിയ കൂടിയാലോചനകളില്ലാതെയും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനവും ഇല്ലാതെയും ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ടെന്നാണ് അത് വിശ്വസിക്കുന്നത്. കാരണം ഏകദേശം 200 സീറ്റുകൾ മൊത്തത്തിൽ നോർത്ത് ഇന്ത്യയിലും 66 സീറ്റുകൾ അടുത്ത് കേരളത്തിലും അതിനകത്ത് ആ ഒരു എന്താ പറയാ ഇലക്ഷൻ വരുന്ന സമയത്ത് ആ സീറ്റുകൾ ഒരു വ്യത്യാസം ഉണ്ടാവും. അത് ചിലപ്പോൾ അത് അത്തരത്തിലൊരു വികസനം ഉണ്ടാകുന്നത് ഒരു എന്താ പറയാ അത് സൗത്തും നോർത്തും തമ്മിലുള്ള ഗ്യാപ്പിന് കാരണമാവുകയും അല്ലെങ്കിൽ നമുക്ക് സൗത്ത് ഇന്ത്യക്കുള്ള ഒരു പവർ നോർത്തുമായി വെച്ച് നോക്കുമ്പോൾ ഒരു നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ടെന്നതും അതേപോലെ ഒരുപാട് ഇങ്ങനെ കാര്യങ്ങൾ ഒരുപാട് മത്സരിക്കാൻ ഇടങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് നോക്കിയാണ് മുൻപോട്ട് വരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമായി കണക്കാക്കുന്നത്. അപ്പൊ അതേപോലെ സെൻസസ് നടപ്പാക്കാത്തതിനെ പറ്റിയൊക്കെ സോണിയാഗാന്ധി പറയുന്നുണ്ട്. ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ 10 കോടിയോ എത്രയോ അടുത്തോ കാര്യങ്ങൾ നമ്മൾ ഇതുവരെയും ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും നമ്മൾ ചെലവഴിക്കുന്നില്ല. അങ്ങനെ സെൻസസ് ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് എന്നുള്ളൊരു ഉണ്ടായിരിക്കുന്നത് പറയുന്നുണ്ട്. അപ്പം മെയിൻ ആയിട്ടും ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു പ്രശ്നമായിട്ട് കണക്കാക്കുന്നത് ഫെഡറൽ തത്വങ്ങളെ അതിലുണ്ടാകുന്ന ഒരു മാറ്റം അതിനെ മാനിക്കപ്പെടാതെ പോകുന്നുണ്ടോ എന്നുള്ളതും നോർത്ത് സൗത്ത് തമ്മിലുള്ള ഡീവിയേഷൻ വരുന്നതും അങ്ങനെ കുറെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എല്ലാ നിയമങ്ങളും ഒരു പാസ്സാക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും അത് ഭയങ്കര നിർദോഷകരമായിട്ടൊരു ബില്ലാണെന്ന് വിചാരിക്കും. നമ്മളിപ്പോൾ SIR ഒക്കെ നമ്മൾ പാസ്സാക്കിയ സമയത്ത് അല്ലെങ്കിൽ അത്തരത്തിലൊരു ഒരു എന്താ പറയുക തോട്ടൊക്കെ വരുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം അത് റിഫ്യൂജികളെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് എൻ്റയർ ജനതയെ ബാധിച്ചു തുടങ്ങുന്നത് നമ്മൾ കാണുന്നതാണ്. അപ്പൊ ഇത് ബേസിക്കലി ഇങ്ങനെ ഒരു കാര്യം മുൻപോട്ട് വെക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ കൂടെ ഒരു ഭരണഘടനാ ഭേദഗതിയും മറ്റു കാര്യങ്ങളുമാണ് അവര് ഇങ്ങനെ
ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നത് എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ലെന്നാണ് തോന്നുന്നത്. അപ്പം ഒരു അപ്പം അതാണ് ഇതിനകത്തൊരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് വന്ന് ചേരുന്നത്. വനിതകൾക്ക് 50% പ്രാതിനിധ്യം കൊടുക്കുന്നത് വളരെ നല്ല കാര്യമാണ്. അതിനെ എല്ലാ സഭകളും അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഒരു പ്രശ്നമായിട്ട് തന്നെ നിൽക്കുന്നു. ഇപ്പം മല്ലികാർജ്ജുന ഖാർഗെയുടെ നേതൃത്വത്തിൽ വരുന്ന ആളുകളിൽ ഇതിനെപ്പറ്റി കൂടുതൽ പഠനങ്ങൾ ഉണ്ടാകും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് കൂടുതൽ പഠിച്ച് അതുകൊണ്ടുണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകളെ പറ്റി കുറച്ചും കൂടെ ഡീപ്പായിട്ടൊക്കെ പഠിക്കുകയും അതിനെപ്പറ്റി ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലൊരു കുറച്ചും കൂടെ ക്ലിയർ ആയിട്ടുള്ള പിക്ചർ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്.